വാട്സപ്പും അതേപോലെ ഇൻസ്റ്റഗ്രാമും ഇപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാം ആഡ്സ് മാനേജർ എന്ന് കാണാം. ആഡ്സ് മാനേജറിൽ ക്ലിക്ക് ചെയ്യാം. ആഡ്സ് മാനേജറിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കാണാം ക്രിയേറ്റ്, ഒരു ഗ്രീൻ ബട്ടണിൽ കാണാം ക്രിയേറ്റ് എന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് അവയർനെസ്സും അതേപോലെ എൻഗേജ്മെൻറ്റും. അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ പോസ്റ്ററാണോ വീഡിയോ എന്താണ് ഇടുന്നത് അത് നല്ല റീച്ച് എത്തിക്കാനേ പറ്റുകയുള്ളൂ. നല്ല റീച്ചിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവയർനെസ് ചെയ്യുക. അതേപോലെ എൻഗേജ്മെൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിലേക്ക് നമുക്ക് ലീഡ്സ് നിങ്ങളെ വാട്സപ്പിലേക്ക് കസ്റ്റമേഴ്സ് നിങ്ങളേക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഇതാണ് എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഒന്നുകൂടി പറയാണ്, അവയർനെസ് എന്ന് പറഞ്ഞാൽ റീച്ചിനുള്ളതാണ്. എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കോൺവെർസേഷൻ. നിങ്ങൾ എന്താണോ പോസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ ആവശ്യക്കാർ നിങ്ങളെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നതാണ് എൻഗേജ്മെൻറ്റ്. അപ്പോൾ നമുക്ക് എൻഗേജ്മെൻറ്റ് ചെയ്യാം. ഇത് രണ്ടും സെയിം ആയിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പോൾ എൻഗേജ്മെൻറ്റ് ചെയ്തിട്ട് കാലം ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവയർനെസ്സും അതേപോലെ എൻഗേജ്മെൻ്റ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻഗേജ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക, മാനുവൽ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ എന്ന് കൊടുക്കുക. സിമ്പിളായിട്ടാണ് പറയുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ആയിട്ട് വരും. ഇവിടെ ക്യാമ്പയിൻ നെയിം കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ എന്തെങ്കിലും നെയിം കൊടുക്കുക. ഞാൻ ഫസ്റ്റ് ക്യാമ്പയിൻ എന്നാണ് കൊടുക്കുന്നത്. ഇതിനടിയിലേക്ക് നോക്കുക. ഇവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ കണക്ട് ചെയ്ത ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ഇങ്ങനെ വരും. മെസ്സഞ്ചറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ മെസ്സഞ്ചറിൽ ക്ലിക്ക് ചെയ്താൽ മെസ്സഞ്ചറിലേക്ക് വരും. എനിക്കപ്പോൾ ആവശ്യമുള്ളത് ഇൻസ്റ്റഗ്രാമും വാട്സപ്പിലേക്ക് മെസ്സേജ് തന്നാൽ മതി. ഇനി വേറെ നമ്പർ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണക്ട് അനദർ നമ്പർ എന്ന് കൊടുക്കാം. അതേപോലെ പിന്നെ ഇനി ഇവിടെ ബഡ്ജറ്റാണ്, നമ്മൾ ബഡ്ജറ്റ് കൊടുക്കുക. ഇവിടെ ഇത്ര ഞാനിപ്പോൾ 200 രൂപ കൊടുത്തപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും റീച്ച് എത്ര വരുന്നത്, കോൺവെർസേഷൻ എത്ര വരുന്നത് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഇനി എമൗണ്ട് ഇവിടെ 500 ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഇതിൽ മാറ്റം വരുന്നത് കാണാൻ പറ്റും. 34 to 100. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ നിന്ന് എമൗണ്ട് എത്രയെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ദെൻ ഇവിടെ ഡേറ്റ് കാര്യങ്ങളും ഓട്ടോമാറ്റിക് ഇവിടെ വരും. ഡെയിലി ബഡ്ജറ്റ് കാണിക്കുന്നുണ്ട്. ഡെയിലി ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഓരോ ദിവസത്തിലേക്ക് ചെയ്യുന്നതാണ് ഡെയിലി ബഡ്ജറ്റ്. ലൈഫ് ടൈം ബഡ്ജറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസത്തേക്കോ 20 ദിവസത്തേക്കോ ചെയ്യുന്നതാണ് ലൈഫ് ടൈം ബഡ്ജറ്റ്. അപ്പോൾ നമ്മൾ എമൗണ്ട് കൂട്ടി കൊടുക്കേണ്ടി വരും. ലൈഫ് ടൈം ബഡ്ജറ്റ് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും എമൗണ്ട് കൂട്ടി കൊടുക്കണം. ഒരു മാസത്തേക്കൊക്കെ എത്ര നല്ല ലീഡ്സ് വരണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എമൗണ്ട് നമ്മൾ കൂട്ടി കൊടുക്കണം. പിന്നെ എൻഡ് ഡേറ്റ് ഇതാ ഇന്നത്തെ ഡേറ്റ് ഇവിടെ കാണിക്കും. എൻഡ് ഡേറ്റ് എന്താണെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഈ മാസം 30 എൻഡ് ഡേറ്റ് സെറ്റ് ചെയ്യുന്ന എൻഡ് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാൻ പറ്റും. ലൊക്കേഷനാണ്. ലൊക്കേഷനിൽ നമുക്ക് എവിടെയാണ് ഏത് സ്ഥലമാണ് വേണ്ടത് അത് കൊടുക്കുക. രാജ്യമാണ് രാജ്യം കൊടുക്കുക. സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ജില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കുക. ഞാൻ കേരള എന്ന് കൊടുക്കുകയാണ്. കേരള എന്നുള്ളത് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് സ്ഥലമാണ് വേണ്ടത് ആ സ്ഥലം മാത്രം കൊടുക്കുക. ഇന്ത്യ മൊത്തം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇനി വേറെ കൺട്രീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാം കൊടുക്കാം. ദെൻ അടിയിലേക്ക് പോക്കുക. ഓഡിയൻസ് സജഷൻ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏജ് കാര്യങ്ങളൊക്കെ ഇതിൽ മാറ്റാം. അത് ജെൻഡർ കാര്യങ്ങൾ മാറ്റാം. ഇവിടെ ഇനി എങ്ങനെയുള്ള സ്റ്റുഡൻസിനാണ്, അതായത് നിങ്ങളെ ബിസിനസ് എങ്ങനെയുള്ളവരിലേക്കാണ് എത്തിക്കേണ്ടത് അങ്ങനെയുള്ളത് ഇവിടെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അബ്രോഡ് സ്റ്റഡീസോ അതേപോലെ മറ്റു എന്തെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് ടാർഗറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാം ഹയർ
ഹയർ സ്റ്റഡീസ് എഡ്യൂക്കേഷൻ, ഇവിടെ ഇൻട്രസ്റ്റഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള സ്റ്റുഡൻസിൻ്റെയിലേക്ക് മാത്രമായിരിക്കും നമ്മൾ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെയുള്ളതിലേക്ക് മാത്രമായിരിക്കും നമ്മൾ ആഡ് കാര്യങ്ങൾ എത്തുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ സിംഗിൾ ഇമേജ് ഓർ വീഡിയോ, സിംഗിളായിട്ടുള്ള ഇമേജ് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഇമേജ് സെലക്ട് ചെയ്യുക. കാഷ്വൽ ആയിട്ടുള്ള ഒന്നിലധികം ആയിട്ടുള്ള വീഡിയോസോ ഫോട്ടോസോ ആണെന്നുണ്ടെങ്കിൽ കാഷ്വൽ ആയിട്ട് കൊടുക്കുക. ഞാൻ സിംഗിളായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്നിട്ട് അടിയിലേക്ക് നോക്കുക, മീഡിയയിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് ഇമേജ് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഒരു പോസ്റ്റർ സെലക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ എല്ലാം ഒറിജിനൽ കൊടുക്കുക, അത് ഓട്ടോമാറ്റിക് വരും. നെക്സ്റ്റ് കൊടുക്കുക, ഡൺ കൊടുക്കുക. അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത പോസ്റ്റർ ഇതാ ഇവിടെ കാണാൻ പറ്റും. നെറ്റിൻ്റെ ഇഷ്യൂസാണ്. നിങ്ങൾ കൊടുത്ത പോസ്റ്റേഴ്സ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. സെൻഡ് വാട്സപ്പിലേക്ക് ആണ് മെസ്സേജ്. നമ്മൾ എൻഗേജ്മെൻ്റ് ആണ് ചെയ്തത്, അതുകൊണ്ട് വാട്സപ്പിലേക്കാണ് വരിക. ഈ ഫോണിൽ കാണുന്നവരെയൊക്കെ എങ്ങനെയൊക്കെയാണ് വരുന്നത് ഇവിടെ മുകളിൽ കാണും. ഇത് മൊബൈൽ കമ്പ്യൂട്ടറെല്ലാം ഇവിടെ നോക്കാം. ദെൻ നമ്മൾ ചെയ്യാനുള്ളത് സെൻഡ് വാട്സപ്പ് മെസ്സേജ് എന്നുള്ള ഇവിടെ മാറ്റി കൊടുക്കട്ടോ. ലേൺ മോഡ് കൊടുക്കുക, ഗെറ്റ് അപ്ഡേറ്റ്സ്, ഷോപ്പ് നൗ, അങ്ങനെ നിങ്ങളെ ഇതിനനുസരിച്ച് കൊടുക്കുക. നിങ്ങളുടെ ബിസിനസ് എന്താണ് അതിനനുസരിച്ച് കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ മുകളിൽ ഹെഡ്ലൈൻ കൊടുക്കാൻ പറ്റും. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് കൊടുക്കുന്നത്. ജസ്റ്റ് കൊടുക്കുകയാണ്, കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൊടുക്കാമെന്ന്. പ്രൈമറി ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മൾ കൊടുത്ത പ്രൈമറി ടെക്സ്റ്റ് ഇവിടെ മുകളിൽ കാണിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, നിങ്ങളുടെ ബിസിനസ് എന്താണ് അതിനനുസരിച്ചുള്ള കണ്ടന്റ് കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുക. പിന്നെ ഹെഡ്ലൈൻ വേണേൽ ഹെഡ്ലൈൻ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കാണിച്ചു തരാണ്. ഹെഡ്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ ഹെഡ്ലൈൻ വന്ന് നമ്മൾ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ അതും കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ബിസിനസ് എന്താണോ അതിനനുസരിച്ചുള്ള ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് പബ്ലിഷ് ക്ലിക്ക് ചെയ്യുക. പ്രോസസ്സിങ് കാണിക്കും. ഒരു 1 hour ഇത് ഇത് അപ്ലോഡ് ആക്കണം, അതിനുള്ള ടൈം എടുക്കും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ എഡിറ്റ് വരുത്തി കൊടുക്കേണ്ടതാണ്. പ്രോസസ്സിംഗ് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് എന്ന് കാണിക്കും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ബിൽ ആൻഡ് പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ആഡ് ഫണ്ട് ക്ലിക്ക് ചെയ്യുക. ദെൻ UPI, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് എല്ലാം ചോദിക്കുന്നുണ്ട്. നെറ്റ് ബാങ്കിങ് നിങ്ങൾക്ക് ഏതാണോ പോസിബിൾ അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. ഞാൻ UPI ആണ് കൊടുത്തത്. നെക്സ്റ്റ് കൊടുക്കുക. ബഡ്ജറ്റ് ഇവിടെ മുകളിൽ കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. നിങ്ങൾ എത്ര എമൗണ്ട് ആണോ ആഡ് സെറ്റ് ചെയ്യുമ്പോൾ കൊടുത്തത് ആ എമൗണ്ട് ഇവിടെ കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആഡ് റൺ ആവില്ല. ദെൻ ജനറേറ്റ് QR കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സ്കാൻ ചെയ്യുക, QR കോഡ് സ്കാൻ ചെയ്യുക. ദെൻ പേയ്മെൻറ്റ് ചെയ്യുക.